എറണാകുളം തൃപ്പൂണിത്തുറയിൽ അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കണ്ടനാട് JBS LP സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. തലനാരിഴയ്ക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. കുട്ടികൾ എത്തുന്നതിന് തൊട്ടു മുൻപാണ് അപകടമുണ്ടായത്. ആയ ഓടി രക്ഷപ്പെട്ടു. അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ. അർജുൻ മട്ടന്നൂർ, മറിച്ചായിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നായേനെ. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കാലപ്പഴക്കമാണോ? കാലപ്പഴക്കം ഈ കെട്ടിടത്തിന് ഉണ്ട് എന്നാണ് നാട്ടുകാരും മറ്റും പറയുന്നത്. അതായത് ഇന്ന് രാവിലെ 9:30യോടെയാണ് സംഭവം. അത് തൃപ്പൂണിത്തുറ ഉദയംപേരൂരിലെ കണ്ടനാട് JBS LP സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. സ്കൂൾ പുതിയ കെട്ടിടത്തിലേക്ക് നേരത്തെ തന്നെ മാറിയിരുന്നു. എന്നാൽ അങ്കണവാടി ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഏതാണ്ട് 9:30 സമയത്താണ് ഈ അപകടം ഉണ്ടായത്. ആ സമയത്ത് ഈ കെട്ടിടത്തിൽ ആ അങ്കണവാടിയിലെ ആയ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെയുള്ള കുട്ടികൾ അങ്കണവാടിയിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപാണ് അപകടമുണ്ടായത്. ശബ്ദം കേട്ടതിന് പിന്നാലെ ആയ ഈ കെട്ടിടത്തിൽ നിന്നും ഇറങ്ങി ഓടി മാറുകയായിരുന്നു. ഈ കെട്ടിടത്തിന്റെ ഓടുകളും മേൽക്കൂരയും അടക്കം എല്ലാം തകർന്നു വീണു. ഈ കുട്ടികൾ ഇരിക്കാറുള്ള ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഓടുകളും മറ്റ് മരക്കഷ്ണങ്ങളും വീണ നിലയിലാണ്. അത്തരത്തിൽ വലിയൊരു അപകടം ആണ് ഉണ്ടായത്. എന്നാൽ തലനാരിഴയ്ക്കാണ് അതൊരു വലിയ ദുരന്തമാകാതെ രക്ഷപ്പെട്ടത്. ഇന്ന് ഇത്തരത്തിൽ കുട്ടികൾ അങ്ങോട്ടേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ അപകടം ഉണ്ടായത്. ഏതാണ്ട് 100 വർഷത്തിലധികം പഴക്കം ഈ കെട്ടിടത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഈ കെട്ടിടത്തിന് ചോർച്ചയും മറ്റും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികളൊന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല. മാത്രവുമല്ല, നാളെ ഈ കെട്ടിടത്തിൽ വെച്ച് അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടി ക്രിസ്മസ് ആഘോഷം നടത്താനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. എന്നാൽ തലനാരിഴക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. എറണാകുളം തൃപ്പൂണിത്തുറയിലെ കണ്ടനാട് സ്കൂളിലെ കെട്ടിടത്തിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. രാവിലെ 9:30ക്കാണ് അപകടം ഉണ്ടായത്. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് കാലപ്പഴക്കത്തെ തുടർന്ന് തകർന്നു വീണത്.